നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. T20 ലോകകപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. സൂര്യകുമാർ യാദവിനും സംഘത്തിനു മുന്നിൽ ലോക കിരീടം എന്ന വലിയ സ്വപ്നം മാത്രം. എന്നാൽ ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ അല്ല ഇത്തവണ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് സ്വന്തം ടീമിലെ ചില തീരുമാനങ്ങളാണ്. ഗൗതം ഗംഭീർ എന്ന മാസ്റ്റർ ബ്രെയിൻ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമോ, അതോ അദ്ദേഹത്തിന്റെ അമിത പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾ തകർക്കുമോ? സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഫോമിനെ ഗംഭീറിന്റെ തന്ത്രങ്ങൾ എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് നോക്കാം. ഗൗതം ഗംഭീറിന് കീഴിൽ ആദ്യത്തെ ലോകകപ്പ് ദൗത്യത്തിന് ഇറങ്ങുകയാണ് ടീം ഇന്ത്യ. ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ICC T20 ലോകകപ്പിന് ഇന്ത്യ ഏറെ പ്രതീക്ഷകളോടെയാണ് കച്ചമുറുക്കുന്നത്. 2024 കഴിഞ്ഞ T20 ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഒരു T20 പരമ്പരയിൽ പോലും തോൽക്കാതെയാണ് ടീം ഇന്ത്യയുടെ പടയോട്ടം. ഈ കുതിപ്പ് ഇനി ലോകകപ്പിലും തുടരാമെന്ന ശുഭപ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. സമീപകാല റെക്കോർഡും നാട്ടിൽ കളിക്കുന്നതിന്റെ ആനുകൂല്യവുമെല്ലാം പരിഗണിക്കുമ്പോൾ കിരീട ഫേവറിറ്റുകളിലും മുൻനിരയിൽ ഇന്ത്യ തന്നെയാണ്. മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ, കരുത്തരായ സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവരാവും ലോകകപ്പിൽ ഇന്ത്യയ്ക്കു ഏറ്റവുമധികം ഭീഷണി ഉയർത്തിയേക്കാവുന്ന ടീമുകൾ. പക്ഷേ ഈ ടൂർണമെന്റിൽ ഇവരെക്കാളെല്ലാം ഇന്ത്യ ഭയക്കേണ്ടത് ടീമിന്റെ കോച്ചായ ഗംഭീറിനെ തന്നെയാണ്. ഇന്ത്യയുടെ മുഖ്യ പരിശീലകനെന്ന നിലയിൽ ഗൗതം ഗംഭീറിനെ അപകടകാരിയാക്കി മാറ്റുന്ന ആദ്യത്തെ കാരണം ടീമിൽ നടക്കാറുള്ള അമിത പരീക്ഷണങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളെടുത്താൽ ഗംഭീറും ടീം മാനേജ്മെന്റും ഒരുപാട് പരീക്ഷണങ്ങൾ ടീമിൽ നടത്തിയിട്ടുള്ളതായി കാണാൻ സാധിക്കും. ഏറ്റവും മികച്ച പ്ലേയിംഗ് 11 കണ്ടെത്തുന്നതിനായിട്ടാണ് ടീമിൽ അമിതമായുള്ള പരീക്ഷണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് യുവ ഫാസ്റ്റ് ബൌളർ ഹർഷിത് റാണ. 3 ഫോർമാറ്റുകളിലും അദ്ദേഹത്തെ ഗംഭീർ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മറ്റൊരു താരത്തിനും ലഭിക്കാത്ത തരത്തിലുള്ള പിന്തുണയും ഈ ഫാസ്റ്റ് ബൌളർക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണാണ് നിരന്തരം പരീക്ഷണങ്ങൾക്കിരയായ മറ്റൊരു താരം. 3 സെഞ്ചുറി അടക്കം നേടി ഓപ്പണിംഗിൽ കസ്രവയാണ് യാതൊരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ മധ്യനിരയിലെ വ്യത്യസ്ത പൊസിഷനുകളിൽ മാറി മാറി പരീക്ഷിച്ചത്. പക്ഷേ ഇതോടെ സഞ്ജുവിന്റെ ബാറ്റിംഗിലെ പഴയ താളവും നഷ്ടമായി. നിലവിൽ ഏറ്റവും മോശം ഫോമിലൂടെയാണ് അദ്ദേഹം കടന്നുപോകുന്നത്. ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾ T20 ലോകകപ്പിലും ഗംഭീർ തുടരാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. ഇത് ചിലപ്പോൾ ടീമിന് ഗുണത്തേക്കാൾ ദോഷവും ചെയ്തേക്കും. ഇന്ത്യൻ ടീമിലുള്ള നിലവിലെ താരങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അവരുടെ റോളുകളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. ടീമിൽ ഈ തരത്തിലൊരു അനിശ്ചിതത്വം സൃഷ്ടിച്ചതും ഗൗതം ഗംഭീറാണ്. ഓപ്പണർമാരുടെ ഒഴികെ ബാക്കി എല്ലാവരുടെയും റോളുകൾ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് ഗംഭീർ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ രീതിയും T20 ലോകകപ്പിൽ ടീമിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുകയും ചെയ്യും. ഇന്ത്യക്കു വേണ്ടി ഓരോ മത്സരത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ബാറ്റിംഗ് ഓർഡറും ലൈനപ്പുമെല്ലാമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ തരത്തിൽ റോളുകളെക്കുറിച്ച് വ്യക്തതയില്ലാതെ വരുമ്പോൾ അത് താരങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ പ്രകടനത്തെ മോശമായി ബാധിച്ചേക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ സ്വന്തം റോളിനെക്കുറിച്ച് താരങ്ങൾക്ക് ഗംഭീർ കൂടുതൽ വ്യക്തത നൽകുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ കോച്ചായി വന്നതിനു ശേഷം ബാറ്റർമാരെ അമിതമായി ആശ്രയിക്കുന്ന തരത്തിലുള്ള രീതിയാണ് ഗൗതം ഗംഭീർ പിന്തുടരുന്നതെന്ന് കാണാം. ഈ കാരണത്താൽ തന്നെ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ബൌളർമാർക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായും വന്നിരിക്കുകയാണ്. ബാറ്റർമാർക്ക് കൂടുതൽ മുൻഗണന നൽകുമ്പോൾ ബൌളിംഗ് യൂണിറ്റിന്റെ ആത്മവിശ്വാസത്തെ അതെങ്ങനെ ബാധിക്കുമെന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. T20 പോലെ ചെറിയ ഫോർമാറ്റുകളിൽ ബൌളർമാരുടെ പ്രകടനം കിരീടം നേടുന്നതിൽ നിർണായകമാണല്ലോ. ബൌളർമാരുടെ മിടുക്കിന് കോച്ച് വലിയ വില കൽപ്പിക്കുന്നില്ല. പകരം ബാറ്റർമാർ വിചാരിച്ചാലേ കളി ജയിക്കൂ എന്നതാണ് ഗംഭീറിന്റെ തിയറി. പക്ഷേ ഈ തരത്തിൽ ബാറ്റിംഗിനെ മാത്രം ആശ്രയിച്ച് T20യിൽ കളി ജയിക്കാനാവില്ല. ചുരുക്കത്തിൽ ഗൗതം ഗംഭീറിന്റെ ഈ അഗ്രസീവ് ശൈലിയും പരീക്ഷണങ്ങളും വലിയൊരു ഭാഗ്യപരീക്ഷണമാണ്. അത് വിജയിച്ചാൽ ഇന്ത്യക്ക് മറ്റൊരു ലോക കിരീടം ലഭിക്കും. എന്നാൽ പാളിയാൽ വലിയ വില നൽകേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസണിനെ ഇത്തരത്തിൽ പരീക്ഷിക്കുന്നത് ശരിയാണോ? ഗംഭീറിന്റെ ഈ തന്ത്രങ്ങൾ ഇന്ത്യയെ ലോകകപ്പ് നേടാൻ സഹായിക്കുമോ? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.